വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സോ കഴിഞ്ഞ വീഡിയോയിൽ ബ്ലോക്ക് 2 യൂണിറ്റ് 1 വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ആ വീഡിയോ കാണാത്തവർ മസ്റ്റായി അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരാം. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 2 ജോബ് അനാലിസിസ് ആണ്. ജോബ് അനാലിസിസ്. Job analysis is the process of collecting information about a job. The information about the job includes knowledge, skills and abilities an employee should possess to carry out the job successfully. ജോബ് അനാലിസിസ് എന്നാൽ ഒരു ജോബിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് ഒരു ജോബ് സക്സസ്ഫുള്ളായി പെർഫോം ചെയ്യണമെങ്കിൽ ഒരു എംപ്ലോയിക്ക് ഉണ്ടായിരിക്കേണ്ട സ്കിൽസും നോളജും എബിലിറ്റീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നതാണ് ജോബ് അനാലിസിസ് എന്ന് പറയാം. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ ഒരു ഡെഫിനിഷൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. അതായത് ജോബ് അനാലിസിസ് എന്നാൽ ഒരു സ്പെസിഫിക് ജോബിൻ്റെ പ്രവർത്തനങ്ങളും അതായത് ഓപ്പറേഷൻസ് റെസ്പോൺസിബിലിറ്റീസും സ്റ്റഡി ചെയ്ത് അതിനെ റിലേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്ന പ്രോസസ്സാണ് ജോബ് അനാലിസിസ്. നെക്സ്റ്റ് ടോപ്പിക് മെത്തേഡ്സ് ഓഫ് ജോബ് അനാലിസിസ്. ഒരു ജോബിനെ കുറിച്ചുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ജോബ് അനാലിസിസ് എന്നത്. ഒരു ജോബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എന്നത് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിൽ നിന്നും ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ജോബിനെ കുറിച്ച് കളക്ട് ചെയ്യാൻ HR ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഓരോ മെത്തേഡ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ക്വസ്റ്റ്യനെയർ. എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡ് ബൈ HR അബൌട്ട് സ്പെസിഫിക് ജോബ് റോൾസ്. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഒരു ജോബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായി ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്ത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് HR കൊടുക്കും. എംപ്ലോയീസ് അവരുടെ ജോബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്ത് ആൻസർ ചെയ്യും. ഈ ആൻസേഴ്സൊക്കെ സോർട്ട് ചെയ്ത് അനലൈസ് ചെയ്താണ് ഒരു പെർട്ടിക്കുലർ ജോബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്ത് ജോബ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്നാൽ ഒരു ടാസ്ക് ലിസ്റ്റാണ്. എംപ്ലോയീസ് ചെയ്യുന്ന ജോബ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ലിസ്റ്റാണ് ചെക്ക് ലിസ്റ്റ് എന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന എല്ലാ ജോബ്സും ലിസ്റ്റ് ചെയ്ത് HR ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കും. എംപ്ലോയീസ് അവർ ചെയ്യുന്ന ജോബ്സ് ഇതിൽ മാർക്ക് ചെയ്യും. ഇതുകൊണ്ട് മാനേജ്മെൻറ്റിന് ഒരു എംപ്ലോയി എന്തൊക്കെ ജോബ്സ് പെർഫോം ചെയ്യുന്നു, അതുപോലെ ഐഡിൽ എംപ്ലോയീസ് അതായത് വർക്ക് ഇല്ലാത്ത എംപ്ലോയീസിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവർക്ക് ടാസ്ക് അസൈൻ ചെയ്യുക, അതുപോലെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഉള്ളത്, ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മെത്തേഡ് ഡയറി ഓർ ലോഗ് ബുക്ക്. ഇവിടെ എംപ്ലോയീസ് ഡെയിലി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമും ഒരു ഡയറിയിൽ റെക്കോർഡ് ചെയ്യും. ഈ റെക്കോർഡ് നോക്കി HR ഒരു ജോബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മെത്തേഡ് ഇൻ്റർവ്യൂ. ക്വസ്റ്റ്യനെയർ, ചെക്ക് ലിസ്റ്റ്, ഡയറി ഇതൊക്കെ കൊണ്ട് ഒരു ജോബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ കഴിയും എങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു ലിമിറ്റേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി HR എംപ്ലോയീസുമായിട്ട് ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ജോബിനെ കുറിച്ചുള്ള കൂടുതൽ ഡൗട്ട്സ് ഡീറ്റെയിൽസ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഇൻ്റർവ്യൂ മെത്തേഡിൽ പറയാം. നെക്സ്റ്റ് വരുന്നത് ഒബ്സർവേഷൻ മെത്തേഡാണ്. ഒബ്സർവേഷൻ മെത്തേഡ് മീൻസ് ഒരു ഇൻ്റർവ്യൂവിൽ എംപ്ലോയീസ് അവരുടെ ഒപ്പീനിയൻസ് ഓവർ സ്റ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് അവോയ്ഡ് ചെയ്യാനായി HR ഡയറക്റ്റ്ലി എംപ്ലോയീസിൻ്റെ വർക്ക് ഒബ്സർവ് ചെയ്യുന്നു. അതിലൂടെ ജോബിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ പാർട്ടിസിപ്പേഷൻ. HR ഒബ്സർവേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന ആൾക്ക് അതായത് HR ബേസിക് ആ വർക്കിനെ പറ്റി നോളജ് ഉണ്ടായിരിക്കണം അല്ലേ. അതുകൊണ്ട് തന്നെ
HR എംപ്ലോയീസിൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒബ്സർവ് ചെയ്യും. സോ ഇതിലൂടെ റോങ് ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതാണ് പാർട്ടിസിപ്പേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, കമ്പോണൻസ് ഓഫ് ജോബ് അനാലിസിസ്. സോ ജോബ് അനാലിസിസിന് 3 കമ്പോണൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ജോബ് ഡിസ്ക്രിപ്ഷൻ, സെക്കൻഡ് വൺ ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് ദ തേർഡ് വൺ ജോബ് ഇവാലുവേഷൻ. സോ നമുക്ക് ഓരോന്നായി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കമ്പോണൻറ്റ്, ജോബ് ഡിസ്ക്രിപ്ഷൻ. എ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ നേച്ചർ, നീഡ് ആൻഡ് മെത്തേഡ് ഓഫ് പെർഫോമിങ് എ പെർട്ടിക്കുലർ ജോബ്. സോ ഒരു കമ്പനിക്ക് ഒരു ജോബ് പൊസിഷനിലേക്ക് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ജോബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം. അതായത് ഒരു ജോബിൻ്റെ നേച്ചർ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, കമ്പനിയുടെ എക്സ്പെക്റ്റേഷൻസ്, ഇതൊക്കെ ക്ലിയറായി മെൻഷൻ ചെയ്തിരിക്കണം. ഇതിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്കതിൻ്റെ കമ്പോണൻസും കൂടി നോക്കാം. ഫസ്റ്റ് കമ്പോണൻറ്റ്, നെയിം ഓഫ് ദ ജോബ്. ജോബിൻ്റെ ടൈറ്റിൽ ക്ലിയറായി മെൻഷൻ ചെയ്തിരിക്കണം. സെക്കൻഡ് വൺ, സമ്മറി ഓഫ് ദ ജോബ്. ഒരു ജോബ് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജോബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. പിന്നീട് ലൊക്കേഷൻ ഓഫ് ദ ജോബ്. എവിടെയാണ് ജോബ് പോസ്റ്റിംഗ്, എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഇതൊക്കെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുക. നെക്സ്റ്റ് വൺ, ഡീറ്റെയിൽസ് ഓഫ് എക്യുപ്മെൻറ്റ് ഓർ ടൂൾസ്. ജോബിൽ യൂസ് ചെയ്യുന്ന ടൂൾസും എക്യുപ്മെൻറ്റ്സും ഒക്കെ ലിസ്റ്റ് ചെയ്തിരിക്കണം. എന്തൊക്കെ ടൂൾസാണ്, മെറ്റീരിയൽസാണ് യൂസ് ചെയ്യേണ്ടത്, അത് ഓരോ ജോബിനെ ഡിപ്പെൻഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഡിഫർ ചെയ്യും. നെക്സ്റ്റ്, ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ. സോ ആ പെർട്ടിക്കുലർ ജോബിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് എത്ര പേരെ സൂപ്പർവൈസ് ചെയ്യണം. ആൻഡ് ഓട്ടോണോമി, അതായത് എവിടെ വരെ ഫ്രീഡം ഉണ്ട്, ആ എംപ്ലോയീസിന് എവിടെ വരെ ഫ്രീഡം ഉണ്ട്. ആൻഡ് ദെൻ ഹൈറാർക്കി പൊസിഷൻ, അതായത് ആ എംപ്ലോയി കമ്പനിയുടെ സ്ട്രക്ചറിൽ ഏത് പൊസിഷനിലാണ്. അത് മാത്രമല്ല ജോബിനെ റിലേറ്റ് ചെയ്ത് എത്രത്തോളം ഡിസിഷൻ മേക്കിംഗ് പവർ ഒരു എംപ്ലോയിക്ക് ഉണ്ട്. ഇതൊക്കെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അതാണ് ഡിഗ്രി ഓഫ് സൂപ്പർവിഷനിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ്. അതായത് ഒരു ജോബ് ചെയ്യാൻ ആവശ്യമായ മിനിമം ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ കേപ്പബിലിറ്റി മസ്റ്റായി മെൻഷൻ ചെയ്തിരിക്കുക. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ, വർക്കിംഗ് കണ്ടീഷൻ. സോ ഒരു ജോബിൻ്റെ ഫിസിക്കൽ എൻവയൺമെൻറ്റ് ഡീറ്റെയിൽസ്, ഫോർ എക്സാമ്പിൾ സറൗണ്ടിങ്സ് എങ്ങനെയാണ്, ഹസാർഡസ് സിറ്റുവേഷൻസ് ആണോ അതോ ഓയിലി ആയിട്ടുള്ള സറൗണ്ടിങ്സ് ആണോ, ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന കണ്ടീഷൻസ്, അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു സറൗണ്ടിങ്സ് എങ്ങനെയുള്ളതാണെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുക. നെക്സ്റ്റ് കമ്പോണൻറ്റ്, ജോബ് സ്പെസിഫിക്കേഷൻ. ദ ലിസ്റ്റിംഗ് ഓഫ് ദ മിനിമം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഈസ് നോൺ ആസ് ദ ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പ്രിപ്പയർഡ് അലോങ്സൈഡ് ദി ജോബ് ഡിസ്ക്രിപ്ഷൻ ടു ഫിൽറ്റർ ഔട്ട് അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. ഒരു ജോബ് നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടി കാൻഡിഡേറ്റ്സിന് ഉണ്ടായിരിക്കേണ്ട മിനിമം ക്വാളിഫിക്കേഷൻസും കേപ്പബിലിറ്റീസിൻ്റെയും ലിസ്റ്റിംഗ് ആണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ഒരുമിച്ച് തന്നെയാണ് എന്ത് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് ലിസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ക്വാളിഫൈഡ് അല്ലാത്ത കാൻഡിഡേറ്റ്സിനെ ഫിൽറ്റർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്കതിൻ്റെ കമ്പോണൻസ് നോക്കാം. ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ചില ജോബ് പെർഫോം ചെയ്യണമെങ്കിൽ ചില ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് മസ്റ്റാണ്. അതായത് ഹൈറ്റ്, വെയ്റ്റ്, ഐസൈറ്റ് എക്സെട്ര. ദെൻ നെക്സ്റ്റ് സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ് ആണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ്, മാനേജീരിയൽ ജോബ്സ്, ഇങ്ങനെയുള്ള ജോബ് പെർഫോം ചെയ്യണമെങ്കിൽ ആ പെർട്ടിക്കുലർ കാൻഡിഡേറ്റിന് അനലിറ്റിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ അതുപോലെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് ഒരു എംപ്ലോയിക്ക് ഉണ്ടായിരിക്കേണ്ട ജനറൽ ആറ്റിറ്റ്യൂഡാണ്. അതായത് സുപ്പീരിയേഴ്സ്, കൊളീഗ്സിനോടുള്ള ബിഹേവിയർ, അതുപോലെ തന്നെ അവർ പൊസസ് ചെയ്തിരിക്കേണ്ട ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. ലാസ്റ്റ് ക്വാളിഫിക്കേഷനാണ്. അതായത് ഒരു ജോബിന് ആവശ്യമായ എംപ്ലോയീസിന് ഉണ്ടായിരിക്കേണ്ട എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് കമ്പോണൻറ്റ്, ജോബ് ഇവാലുവേഷൻ.
A systematic process of determining the relative worth of different jobs in an organization to create a fair wage and salary structure. അതായത് ഒരു ജോബിൻ്റെ വാല്യൂ മറ്റൊരു ജോബുമായി കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കുന്ന സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഒരു കമ്പനി പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവരിൽ നിന്നും എന്താണ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നത് ജോബ് ഡിസ്ക്രിപ്ഷനിലൂടെയും ജോബ് സ്പെസിഫിക്കേഷനിലൂടെയും എന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. അതുപോലെ തന്നെ എംപ്ലോയീസും അവരുടെ വർക്ക് അനുസരിച്ച് സാലറി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് ഫെയർ ആയി ഫിക്സ് ചെയ്യാൻ HR ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ജോബ്സുമായി കമ്പയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു കാർ സർവീസ് സെൻറ്ററിൽ ഒരു എൻജിൻ സർവീസ് എക്സ്പേർട്ടിൻ്റെ ജോബ് പൊസിഷൻ എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു ക്ലീനിങ് സ്റ്റാഫിനേക്കാൾ ഡിമാൻഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എൻജിൻ സർവീസ് എക്സ്പേർട്ടിനായിരിക്കും കൂടുതൽ സാലറി കൊടുക്കുന്നത്. ഇതുപോലെ ഓരോ ജോബ്സിൻ്റെ വാല്യൂ മറ്റ് ജോബ്സുമായി കമ്പയർ ചെയ്ത് ഒരു ഫെയർ സാലറി സ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നതിനെയാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രൊസീജിയർ ഓഫ് ജോബ് ഇവാലുവേഷൻ. സോ ജോബ് ഇവാലുവേഷൻ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, അക്സെപ്റ്റൻസ് ബൈ ഓൾ. അതായത് ഈ പ്രോസസ്സ് മാനേജ്മെൻറ്റിനും എംപ്ലോയീസിനും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി. അതായത് ഇവാലുവേഷൻ കമ്മിറ്റിയിൽ മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സും എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ്സും അതുപോലെ തന്നെ അതത് ഫീൽഡിൽ എക്സ്പേർട്ടായവരെയും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ്, ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓരോ ജോബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കണം. ഫോർത്ത് വൺ, ജോബ് ഗ്രേഡിംഗ്. ജോബ് നേച്ചർ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, അഡ്മിനിസ്ട്രേറ്റീവ്, മാനേജീരിയൽ, അക്കൗണ്ടിങ്, ക്ലറിക്കൽ, ക്ലീനിങ് എക്സെട്ര. അതായത് ഓരോ ജോബും അതിൻ്റെ നേച്ചർ അനുസരിച്ച് എന്ത് ചെയ്തിരിക്കണം, ക്ലാസിഫൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, കൺസിഡറേഷൻ ഓഫ് ജോബ് ഫാക്ടേഴ്സ്. ഒരു ജോബിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് അതിൻ്റെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, AC ടെക്നീഷ്യൻ, എൻജിൻ മെക്കാനിക് പോലുള്ള ജോബ്സിന് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസും സ്കിൽസുമാണ്. അതുപോലെ തന്നെ ഫ്ലോർ മാനേജറിന് വേണ്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അനലിറ്റിക്കൽ സ്കിൽസ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, പിന്നെ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കിൽസ്. ഈ ഫാക്ടേഴ്സിനൊക്കെ ഒരു വെയ്റ്റ് അസൈൻ ചെയ്ത് അതിൻ്റെ ബേസിലാണ് ഓരോ ജോബിൻ്റെയും വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ജോബ് പ്രൈസിങ്. ജോബിൻ്റെ വാല്യൂ ബേസ് ചെയ്ത് വേണം അതിൻ്റെ കോമ്പൻസേഷൻ, അതായത് പ്രൈസിങ് ഫിക്സ് ചെയ്യാൻ. ലാസ്റ്റ് വൺ, റിവ്യൂ. ജോബ് ഡിസ്ക്രിപ്ഷനും കോമ്പൻസേഷനും റെഗുലറായി റിവ്യൂ ചെയ്താൽ മാത്രമേ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്, സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് അനാലിസിസ്. ഫസ്റ്റ് പോയിന്റ്, വാട്ട് ഇൻഫർമേഷൻ ഡസ് ജോബ് അനാലിസിസ് പ്രൊവൈഡ് ടു ദി കമ്പനി മാനേജ്മെൻറ്റ്. അതായത് ജോബ് അനാലിസിസ് ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിന് എന്ത് ഇൻഫർമേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻറ്റ് ആണെങ്കിലും എല്ലാ ജോബ്സിൻ്റെയും ഡീറ്റെയിൽസ് ടോപ്പ് മാനേജ്മെൻറ്റിന് അറിയണമെന്നില്ല. ജോബ് അനാലിസിസിലൂടെ ടോപ്പ് മാനേജ്മെൻറ്റിന് എല്ലാ ജോബ് ഡീറ്റെയിൽസും അറിയാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ജോബ് അനാലിസിസ് ക്യാൻ ബി കോൾഡ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ സെലക്ഷൻ പ്രൊസീജിയർ. ഇവിടെ ജോബ് അനാലിസിസ് എന്നത് സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് പറയുന്നുണ്ട്. കാരണം ഒരു ജോബ് പെർഫോം ചെയ്യണം എങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോബ് പെർഫോം ചെയ്യാൻ ആവശ്യമായ പേഴ്സണലും പ്രൊഫഷണലുമായ ക്വാളിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കമ്പനിയെ ജോബ് അനാലിസിസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റ് ഒരു ജോബ് ഓപ്പണിംഗ് പോസ്റ്റ് ചെയ്യുമ്പോൾ മിനിമം റിക്വയർമെൻറ്റ് സെറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, തേർഡ് പോയിന്റ്, ഡസ് ജോബ് അനാലിസിസ് ഹെൽപ്പ് ഇൻ ഡിറ്റർമിനിങ് കോമ്പൻസേഷൻ പാക്കേജസ്. Job evaluation identifies key job factors and job worth, enabling accurate wage and salary fixing. ജോബ് ഇവാലുവേഷൻ എന്നത് ജോബ് അനാലിസിസിൻ്റെ ഒരു പാർട്ടാണ്. ജോബ് ഇവാലുവേഷനിലൂടെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത്
ഓരോ ജോബിൻ്റെയും വാല്യൂ ഡിസൈഡ് ചെയ്ത് അതനുസരിച്ചാണ് സാലറി ഫിക്സ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ്, വാട്ട് റോൾ ഡസ് ജോബ് അനാലിസിസ് ഹാവ് ഇൻ ഡിറ്റർമൈനിങ് ട്രെയിനിങ് റിക്വയർമെൻറ്റ്സ്? ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനിലൂടെയും ഒരു ജോബ് പെർഫോം ചെയ്യാൻ ആവശ്യമായ സ്കിൽസ് മാനേജ്മെൻറ്റിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓരോ എംപ്ലോയീസിനും ആവശ്യമായ പ്രോപ്പർ ട്രെയിനിങ് മാനേജ്മെൻറ്റിന് പ്ലാൻ ചെയ്ത് കൊടുക്കാൻ കഴിയും. നെക്സ്റ്റ്, ഹൗ ഡസ് ജോബ് അനാലിസിസ് അസിസ്റ്റ് ഇൻ പ്രമോഷൻസ്? ഒരു എംപ്ലോയിയുടെ കറണ്ട് ജോബും ഫ്യൂച്ചറിൽ കിട്ടാൻ ചാൻസുള്ള റെസ്പോൺസിബിലിറ്റീസ്, അതായത് പ്രമോഷൻസും കമ്പയർ ചെയ്ത് ഏറ്റവും റൈറ്റായ എംപ്ലോയീസിനെ റൈറ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ, അതായത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ ജോബ് അനാലിസിസിലൂടെ എന്ത് ചെയ്യും, നമുക്ക് സാധിക്കും. സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് ഓക്കെ ആണ്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇഷ്ടമായെങ്കിൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബാക്കിയുള്ള യൂണിറ്റ്സ് നമ്മൾ അതനുസരിച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.